കഥ തുടരുന്നു. ചേച്ചിയപ്പോൾ ഡ്രസ്സൊന്നും എടുക്കുന്നില്ലേ? ലാപ്ടോപ്പ് ബാഗിൽ 2 പുസ്തകങ്ങളും ചാർജറും എടുത്തു വയ്ക്കുന്ന അതിഥിയോട് ദേവിക അല്പം സംശയത്തോടെ ചോദിച്ചു. ഇല്ലടോ, ഞാൻ നാളെ തന്നെ തിരിച്ചു വരില്ലേ? എന്തിനാ വെറുതെ എല്ലാം കൊണ്ടുപോകുന്നേ? അതിഥി ടീഷർട്ടിന് മുകളിൽ ഒരു നീല ഡെനിം ജാക്കറ്റ് എടുത്തിട്ടു. ദേ ചേച്ചി, അവൻ വീണ്ടും വിളിക്കുന്നു. അമലിൻ്റെ ഫോൺ ദേവിക അതിഥിക്ക് നേരെ നീട്ടി. നീ സംസാരിക്കേ, സാക്ഷി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ദേവു അല്പ പേടിയോടെ ഫോണെടുത്ത് സ്പീക്കറിലിട്ടു. എന്നെ തേച്ചിട്ട് എല്ലാം കഴിഞ്ഞെന്ന് കരുതി സുഖമായിട്ട് ഇരിക്കുവാണോ നീ? എനിക്ക് അയച്ചു തന്ന ഫോട്ടോയും നമ്മൾ പുറത്തു പോയപ്പോൾ ചെയ്ത കാര്യങ്ങളും എല്ലാം അത്ര പെട്ടെന്ന് മറന്നുപോയോ? എന്നെ അങ്ങനെ പറ്റിച്ചിട്ട് പോകാൻ നിന്നെ ഞാൻ സമ്മതിക്കുമെന്ന് കരുതണ്ട. അമലിൻ്റെ ഉള്ളിലുള്ള പകയും ദേഷ്യവും എല്ലാം ശബ്ദത്തിൽ പ്രകടമായിരുന്നു. അതേടാ, ഞാൻ നിന്നെ തേച്ചു. നിനക്ക് അങ്ങനെ കാണാനാണ് സൗകര്യമെങ്കിൽ അങ്ങനെ തന്നെ എടുത്തോ. നീ എൻ്റെ ഫോട്ടോ കൊണ്ടുപോയി നെറ്റിലോ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലോ എവിടെ വേണേലും ഇട്. ഇനി എൻ്റെ വീട്ടിൽ അറിയിക്കണമെന്നാണെങ്കിൽ നേരെ അങ്ങോട്ട് വിട്ടോ. അഡ്രസ്സൊക്കെ നിൻ്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? നീ ഇതൊക്കെ ചെയ്ത ശേഷം എനിക്ക് ഉണ്ടാകുന്ന പ്രശ്നമെല്ലാം ഞാൻ സഹിച്ചോളാം. പിന്നെ ഇതൊക്കെ ചെയ്ത ശേഷം സമാധാനം കിട്ടുമെന്ന് നീ കരുതുന്നത് എങ്കിൽ അത് നിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാവും. എനിക്ക് പിന്നെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്നോട് ചെയ്തതിനൊക്കെ നീ അനുഭവിക്കും. എന്നെ ശാരീരികമായി ഉപദ്രവിച്ചതിന്, എൻ്റെ പൂർണ്ണ സമ്മതമില്ലാതെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടതിന്, ഫോട്ടോ എടുത്തതിന് എല്ലാം. സത്യത്തിൽ നീ ഇതൊക്കെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നിന്നെ പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അന്തസ്സായി ഈ പ്രശ്നങ്ങളെ നേരിടുന്നത് തന്നെയാണ്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങ് ചെയ്തേക്കണം. അതിങ്ങനെ നോട്ടീസ് അടിച്ച് വിളിച്ചു പറയണമെന്നില്ല. ഇനി മേലാൽ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്. ദേവു ശ്വാസം വിടാതെ ഇത്രയും പറഞ്ഞ് ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു. ദേവു, നീ തന്നെയാണ് ഇത്രയും പറഞ്ഞത്? അതിഥി അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും അവളെ കെട്ടിപ്പിടിച്ചു. എനിക്കെന്തോ നല്ല സമാധാനം തോന്നുന്നു ചേച്ചി. ഇത് നേരത്തെ ചെയ്താൽ തീരുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്നല്ലേ ദാസ? രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. അവൻ വന്നു. ഞാൻ ഇറങ്ങുവാണ്. 9 മണിക്കാണ് ബസ്. സാക്ഷിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. നീ ഒന്ന് പറഞ്ഞേക്കൂട്ടോ. ഇറങ്ങാൻ നേരം അവൾ ദേവുവിനോട് വിളിച്ചു പറഞ്ഞു. എൻ്റെ ശരണേ, നിനക്ക് മാത്രം എവിടുന്ന ഇത്രയും ഓർക്കിഡ് കിട്ടുന്നേ? മടിവാള ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ ഇപ്പോൾ വരാമെന്ന് പോയി ഓർക്കിഡ് വാങ്ങി വന്ന ശരണിനെ കണ്ട് ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അതൊക്കെ നമ്മുടെ ആവശ്യം പോലെ ഇരിക്കും. നമുക്ക് അത്ര വേണമെന്ന് ആഗ്രഹമുള്ള എന്തേലും ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. അവൻ ഓർക്കിഡ് പൂക്കൾ അവൾക്ക് നേരെ നീട്ടി. ഇതിൽ എല്ലാ കളറുണ്ടല്ലോ. വെള്ളയും നീലയും പിങ്കും പർപ്പിളും ചേർന്ന ഓർക്കിഡ് ബൊക്ക അവൾ എപ്പോഴത്തെയും പോലെ വാങ്ങി നെഞ്ചോട് ചേർത്ത് വെച്ചു. ഓരോ കളറും ഓരോ സന്തോഷങ്ങളാണ്. ഇതുപോലെ ജീവിതത്തിൽ എൻ്റെ കുട്ടിക്ക് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവണം. നീ അതെല്ലാം അർഹിക്കുന്നുണ്ട്. അവൻ അവളെ ചേർത്ത് പിടിച്ചു. നീ ആദ്യമായില്ലേ നാട്ടിലേക്ക് ബസ്സിൽ പോകുന്നേ? അന്ന് പുലർച്ചെ മതിൽ ചാടി ഇവിടെ ചായ കുടിക്കാൻ വന്നപ്പോൾ നീ അങ്ങനെ പറഞ്ഞതായാണ് എൻ്റെ ഒരു ഓർമ്മ. അവൻ അതേ ചായക്കടയിൽ കയറി 2 ചായ പറഞ്ഞു. അതെ, ആദ്യമായിട്ടാണ്. നമ്മളിവിടെ വന്നിട്ട് 6 മാസത്തോളമായി എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? സമയം ഓടിപ്പോവാണ്. നീ നാളെ തന്നെ വരില്ലടോ? ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടും അവളെ പോകാൻ വിടാതെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. വരാതെ ഞാൻ എവിടെ പോകാനാ? അവിടെ പോയി ഒന്ന് തല കാണിച്ചിട്ട് ഓടി വരാം. നീ പറയാറില്ലേ ഞാൻ നിനക്ക് വീട് പോലെയാണെന്ന്? അതങ്ങനെ തന്നെയാണ്. എന്തുണ്ടായാലും ഓടി ഇങ്ങോട്ട് വരണം. എനിക്ക് ഇപ്പോൾ നീ ഇല്ലാതെ ഒട്ടും പറ്റാതായിട്ടുണ്ട്. ഇത് പറയാൻ പറ്റിയ സമയവും സന്ദർഭമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിപ്പോൾ തന്നെ പറയണമെന്ന് തോന്നുന്നു. അതിഥി, ലെറ്റ്സ് ഗെറ്റ് മാരീഡ്. ഒരുപാട് വൈകാതെ പെട്ടെന്ന് തന്നെ. ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിക്കാം. നാട്ടിൽ വരുമ്പോൾ നിൻ്റെ വീട്ടിൽ വരാൻ പറയാം. നിനക്ക് ഓക്കെയാണോ? അതിന് മറുപടി പറയാതെ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു. വേഗം വരാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ബസ്സിലേക്ക് കയറാൻ തുടങ്ങിയ അവളുടെ കൈ പിടിച്ചു വലിച്ച് ചേർത്ത് നിർത്തി അവൻ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു വർഷം പോലെയാണ് അതിഥി. അവൾക്ക് കൈവീശി യാത്ര പറയുന്നതിനിടെ അവൻ വിളിച്ചു പറഞ്ഞു. നീ വേഗം കഴിക്ക്, എന്നിട്ട് നമുക്ക് അമ്മാവൻ്റെ അടുത്ത് പോയിട്ട് വരാം. വീട്ടിലെത്തി കുളിച്ച് അടുക്കളയിലേക്ക് ചെന്ന അവൾക്ക് ഭക്ഷണം എടുത്തു വയ്ക്കുന്നതിനിടെ അമ്മ പറഞ്ഞു. അവൾ വേഗത്തിൽ എന്തോ കഴിച്ചെന്ന് വരുത്തി. അങ്ങോട്ട് വിളിക്കുന്നതുവരെ എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ അരുതെന്നും എന്താവശ്യമുണ്ടെങ്കിലും ലതയെ വിളിച്ചാൽ മതിയെന്നും കണ്ണന് മെസ്സേജ് അയച്ചു. അവനുമായിട്ടുള്ള ചാറ്റും ഫോൺ കോളുകളും ഡിലീറ്റ് ചെയ്ത് മാമൻ്റെ വീട്ടിലേക്ക് നടന്നു. കരഞ്ഞു കലങ്ങി ക്ഷീണിച്ച മുഖത്തോടെ സോഫയിൽ ചടഞ്ഞിരുന്ന അമ്മായി അവളെ കണ്ടപ്പാടെ വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. അമ്മായിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ നിസ്സഹായിയായി നിന്ന അവൾക്ക് രക്ഷക എന്നോണം അമ്മ കാര്യമറിയാതെ അമ്മായിയുടെ അടുത്ത് പോയിരുന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാം ചെയ്തു വെച്ചിട്ട് നിനക്കിപ്പോൾ സമാധാനമായില്ലേ? അവളെ കണ്ടപാടെ ദേഷ്യത്തിൽ അമ്മാവൻ പൊട്ടിത്തെറിച്ചു. അമ്മാവൻ എന്താ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. അമ്മോ, നീ എൻ്റെ മുന്നിൽ കിടന്ന് നാടകം കളിക്കരുത്. അന്ന് വൈകുന്നേരം അവൻ നിന്നെ വിളിച്ച് സംസാരിക്കുന്നത് അമ്മായി കേട്ടതാ. നിന്റെ ഒരാളുടെ ധൈര്യത്തിലാണ് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എൻ്റെ കുടുംബം നശിപ്പിച്ചത് നീയാണ്. അമ്മാവൻ അവൾക്ക് നേരെ കൈ ചൂണ്ടി. നിങ്ങളുടെ മോൻ ഒളിച്ചോടിപ്പോയതിന് എന്തിനാ എൻ്റെ മോളുടെ തലയിൽ കയറുന്നത്?
അവൾക്കൊന്നും അറിയില്ല. ഞാൻ വിളിച്ചിട്ടാണ് അവൾ വന്നത്. അമ്മ കാര്യമറിയാതെ അവളെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. എൻ്റെ മോനെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോയത് ഇവളാ. ചോദിച്ചു നോക്ക് വേണാൽ പുഞ്ഞാര മോളോട്. അമ്മോ, അമ്മാവൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അമ്മ അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ്. എന്നോട് പറഞ്ഞിട്ടാണ് അവൻ പോയത്. അവൻ ഇവിടെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾ അവനെ എന്തു ചെയ്യുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. നിങ്ങൾ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് സമ്മതം മൂളുമായിരുന്നോ? ഇല്ലല്ലോ. അവന് നിങ്ങളെ പേടിയായിരുന്നു. അതുകൊണ്ടാണ് അവൻ പോയത്. അതിഥി ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു. അവൻ്റെ വിവരക്കേടിന് അവൻ ചെയ്ത ഒരു കാര്യം ഞങ്ങളത് പറഞ്ഞു മനസ്സിലാക്കി നല്ല കൗൺസിലിംഗ് കൊടുത്ത് അത് മാറ്റിയെടുത്തേനെ. എൻ്റെ മോൻ ഞാൻ പറയുന്നത് കേട്ടേനെ. അമ്മായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കൗൺസിലിംഗ് കൊടുത്ത് നേരെയാക്കാൻ അവന് എന്ത് പ്രശ്നമാണുള്ളത്? ഇതൊരു രോഗമായാണ് നിങ്ങൾക്കിപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇറങ്ങിപ്പോയത്. നിങ്ങളവനെ മനസ്സിലാക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട്. അതിഥിക്ക് സങ്കടവും ദേഷ്യവും വന്നു. ദേ, നീ എൻ്റെ വീട്ടിൽ കയറി തോന്നിയസം പറയരുത്. എൻ്റെ മോനെ നീ എവിടെ കൊണ്ടുപോയാലും പുറത്തൊരാൾ ഈ വിവരം അറിയുന്നതിന് മുൻപേ അവൻ ഇവിടെ എത്തിയിരിക്കണം. എൻ്റെ നല്ല സ്വഭാവം മാത്രമേ മോൾ കണ്ടിട്ടുള്ളൂ. അമ്മാവൻ ഒരു ഭീഷണി എന്നോണം പറഞ്ഞു. എനിക്കത് പറയാൻ മനസ്സില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കേ. അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് ഓടി. അമ്മോ, നീ കതകു തുറക്ക്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹാരമുണ്ടാക്കാം. അമ്മ അവളുടെ കഥയിൽ തട്ടി. അവിടെ എന്താ ഉണ്ടായേ? കണ്ണൻ എന്തിനാ ഇറങ്ങിപ്പോയത്? നിനക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ അമ്മയോട് പറ. അമ്മാവൻ പറയുന്നതും നീ കാര്യമാക്കണ്ട. അമ്മ അവളുടെ അടുത്ത് വന്നിരുന്ന് ശബ്ദം മയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കത് പറയാൻ താല്പര്യവുമില്ല. അവന് പ്രശ്നമൊന്നുമില്ല. അവൻ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. മകനെക്കുറിച്ച് ഇത്ര ആവലാതിയുള്ള വീട്ടുകാരാണെങ്കിൽ അത്രയും അറിഞ്ഞാൽ പോരെ? അമ്മോ, അവൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ കൂടെയാണോ ഇറങ്ങിപ്പോയത്? ആണെങ്കിൽ പറ, ഞാൻ അച്ഛനോട് പറയാം അമ്മാവനോട് സംസാരിക്കാൻ. നീ ഇതെല്ലാം എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ മുതിർന്ന ആൾക്കാർ സംസാരിച്ച് ശരിയാക്കേണ്ടതല്ലേ? എൻ്റെ അമ്മേ, അവനൊരു പെൺകുട്ടിയെയും വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ടില്ല. എനിക്ക് നിന്നെപ്പോലെ തന്നെയാണ് കണ്ണനും. അവൻ്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഞങ്ങളൊക്കെ അവൻ്റെ കൂടെ നിൽക്കും. നീ എന്നോട് പറ കാര്യം എന്താണെന്ന്. അത്ര സ്നേഹത്തോടെ ക്ഷമയോടെ അമ്മ സംസാരിക്കുമെന്ന് അവൾ കരുതിയില്ല. ഒരുപക്ഷെ അമ്മയ്ക്ക് അമ്മാവനോട് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചേക്കും. അവനൊരു പയ്യനെ ഇഷ്ടമാണ്. അവൻ്റെ കൂടെ പഠിച്ചതാ. കണ്ണനെ അവൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടം. അവൾ മടിച്ചു പറഞ്ഞു. പയ്യനോ? നീ എന്ത് ഭ്രാന്താമ്മ പറയുന്നത്? അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമാണോ? ദേഷ്യം കൊണ്ട് അമ്മയുടെ മുഖം ചുവന്നു. ഇതാ ഞാൻ പറഞ്ഞത്. അമ്മയ്ക്കത് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. ആൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ തോന്നുന്ന ചില വേണ്ടാത്ത ചിന്തകളാണ് അതൊക്കെ. ഒരു കല്യാണമെല്ലാം കഴിയുമ്പോൾ അതൊക്കെ തന്നെ മാറിക്കോളും. അല്ലാതെ ഇതിനൊക്കെ ഇറങ്ങിപ്പോകാൻ നിന്നാൽ ഈ ലോകത്ത് കുടുംബങ്ങളുണ്ടാവുമോ? ആണും പെണ്ണും കല്യാണം കഴിക്കുന്നത് മാത്രമാണോ കുടുംബം? നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അവൻ പണ്ടേ അങ്ങനെയാണ്. അമ്മയ്ക്കൊരു പുരുഷനോട് തോന്നുന്ന അതേ വികാരം അവന് മറ്റൊരു പുരുഷനോട് തോന്നുന്നു. അത്രയേ ഉള്ളൂ. എന്താ അഹമ്മദിയാണ് ഇവൾ ഈ പറയുന്നത്? റൂമിന് പുറത്തു നിന്ന് ഇവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന അച്ഛൻ ദേഷ്യത്തിൽ മുറിയിലേക്ക് കയറി വന്ന് അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ അടിയിൽ അവളുടെ 2 കണ്ണും നിറഞ്ഞു. ഒന്നുകൂടെ കൊടുക്ക്. മകളെ കൊഞ്ചിച്ച് വഷളാക്കി വെക്കുമ്പോൾ ഓർക്കണമായിരുന്നു. ഇങ്ങനെ തോന്നിയ ഇടത്തൊക്കെ പഠിക്കാനും ജോലിക്കുമൊക്കെ വിട്ടാൽ ഇതുപോലെ ഓരോ വൃത്തിക്കേട് പഠിച്ചു വെക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഡിഗ്രി കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചുകൂടാൻ. കയ്യിൽ പൈസ ഉള്ളതിൻ്റെ അഹങ്കാരത്തിലാണ് ഈ നാക്കു പൊന്തുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും അടുക്കളയിൽ ചോറും കറിയും വെച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചാനെ. അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത്? നിങ്ങളിനി എന്ത് പറഞ്ഞാലും സത്യമല്ലാതെ ആകില്ല. കണ്ണൻ ഗേയാണ്. അവന് അങ്ങനെയേ ആവാൻ കഴിയൂ. അച്ഛനും അമ്മാവനുമൊക്കെ ഈ പുരോഗമനവും കമ്മ്യൂണിസവും ഒക്കെ പുറത്ത് ആൾക്കാരെ കാണിക്കാൻ മാത്രമുള്ളതാണോ? സ്വന്തം കുടുംബത്തിൽ അങ്ങനെയൊന്ന് സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ കഴിയാത്തത്? അവൾ അച്ഛൻ്റെ കൈയിൻ്റെ പാടുവീണ് ചുവന്ന കവിൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയും കാണിച്ചു വെച്ചിട്ടും അവളുടെ അഹങ്കാരം കണ്ടില്ലേ? കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഉണ്ടായ അസുരവിത്താണിത്. അമ്മ അവളുടെ കയ്യിൽ വീണ്ടും ശക്തിയായി അടിച്ചു. നിങ്ങളുടെ കുടുംബ മഹിമയൊന്ന് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. സ്വന്തം മോളെ ഒരുത്തൻ കയറി പിടിച്ചെന്ന് പറഞ്ഞിട്ട് കൈകെട്ടി നിന്ന ആൾക്കാരാണ് നിങ്ങൾ. അവൾ പറഞ്ഞത് മുഴുവനാക്കുന്നതിന് മുമ്പേ അച്ഛൻ അവളുടെ തല പിടിച്ച് ഭിത്തിക്കടിച്ചു. ആ അടിയുടെ ആഘാതത്തിൽ അവൾക്ക് ചുറ്റും കറങ്ങുന്നത് പോലെ തോന്നി. മതി നിന്റെ ജോലിയും പത്രാസുമല്ല. കണ്ണനെ തിരിച്ചിവിടെ കൊണ്ടുവരാതെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. പച്ചവെള്ളം പോലും ഇവൾക്ക് കൊടുത്തു പോകരുത്. എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ മുറിക്ക് പുറത്ത് പേടിച്ചു നിന്ന അപ്പുവിൻ്റെ താക്കീത് നൽകി അവളുടെ ഫോണും എടുത്ത് അമ്മ മുറി പുറത്തുനിന്നും ലോക്ക് ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ബോധം വന്നപ്പോഴേക്കും താനിവിടെ പെട്ടെന്ന കാര്യം അതിഥിക്ക് മനസ്സിലായി. വാതിൽ തുറക്കാൻ അവൾ കരഞ്ഞപേക്ഷിച്ചിട്ടും ആരും കേട്ടില്ല. 2 ദിവസം അവൾക്ക് കഴിക്കാൻ പോലും ഒന്നും കൊടുത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ദേഷ്യം കെട്ടിറങ്ങുമെന്ന് അവളും കരുതി. ചേച്ചി എന്തിനാ ഈ അടിയൊക്കെ വാങ്ങി കഷ്ടപ്പെടുന്നത്? ഇവർക്ക് ഒരിക്കലും ഇതൊന്നും മനസ്സിലാകില്ല. കണ്ണൻ ചേട്ടനെ വിളിച്ച് തിരിച്ചു വരാൻ പറ. അതിഥിക്ക് ജനലിനുള്ളിലൂടെ ആരും കാണാതെ വെള്ളം കൊടുക്കുന്നതിനിടെ അപ്പു അപേക്ഷയൊന്നോണം പറഞ്ഞു.
ഇല്ലടാ, ഞാൻ അവനെ ചതിക്കില്ല. എന്നെ വിശ്വസിച്ചാണ് അവൻ ഇറങ്ങിപ്പോയത്. നീ എൻ്റെ ഫോൺ എങ്ങനെയെങ്കിലും എടുത്തു തരുമോ? അത് കിട്ടില്ല ചേച്ചി, അച്ഛൻ്റെ കയ്യിലാണ്. കണ്ണൻ ചേട്ടൻ വിളിക്കും എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാണ്. പിന്നെ ചേച്ചിക്ക് വന്ന ബാക്കി കോളെല്ലാം അവർ കട്ട് ചെയ്തു വിട്ടു. ലോക്ക് അറിയാത്തതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ അവളെ പൂട്ടിയിട്ടിട്ട് 4 ദിവസം കഴിഞ്ഞെങ്കിലും അവരുടെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. ശരണിൻ്റെ നമ്പർ ഓർമ്മയില്ലാത്തതുകൊണ്ട് അപ്പുവിനെ കൊണ്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയപ്പിച്ചെങ്കിലും മറുപടി കിട്ടിയില്ല. അപ്പുവിന് അവളോട് ഒരു ചായവുണ്ടെന്ന് മനസ്സിലായതിനാൽ അവനെ അച്ഛൻ മൂത്തമ്മയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇടയ്ക്ക് അമ്മാവനും അമ്മായിയും കൂടെ വന്ന് ഭീഷണിയും ബഹളങ്ങളുമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഒരാഴ്ചയോളം അവൾ അതെല്ലാം സഹിച്ച് മിണ്ടാതിരുന്നു. ഇതുപോലെ മുറിയിൽ അടച്ചിട്ട് തല്ലിയാൽ കണ്ണൻ്റെ തീരുമാനവും മാറുമെന്ന് ഇവർ കരുതുന്നുണ്ടാകും. പുറത്തുനിന്ന് നോക്കി എല്ലാ വിഷയങ്ങളോടും പ്രതികരിക്കാനും അഭിപ്രായം പറയാനും എല്ലാവർക്കും നല്ല ഉഷാറാണ്. മനുഷ്യൻ്റെ ശരിയായ സ്വഭാവം അറിയണമെങ്കിൽ അങ്ങനെയൊന്ന് സ്വന്തം കുടുംബത്തിൽ സംഭവിക്കണം. അഭിമാനം നഷ്ടമാകുമോ എന്ന് കരുതി അത്രയും കാലം സ്നേഹത്തോടെ നോക്കി വളർത്തിയ സ്വന്തം മക്കളെപ്പോലും കൊന്നുകളയാൻ പലർക്കും മടിയില്ല. അവൾക്ക് എല്ലാത്തിനോടും എല്ലാവരോടും വെറുപ്പ് തോന്നി. ശരൺ പറഞ്ഞ പോലെ ഓടി അവൻ്റെ അടുത്തെത്തി അവനെ ചേർത്ത് പിടിച്ച് ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. കണ്ണനെ വിളിച്ച് തിരിച്ചു വരാൻ പറഞ്ഞാലോ എന്ന് ഒരുപാട് തവണ ആലോചിച്ചതാണ്. പക്ഷേ അവൻ്റെ സന്തോഷം ഇല്ലാതാക്കിയാൽ പിന്നീട് ജീവിതത്തിൽ തനിക്കൊരിക്കലും സമാധാനം ഉണ്ടാകില്ല എന്നവൾക്ക് ഉറപ്പായിരുന്നു. ഏകദേശം 1.5 ആഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം ഉച്ചയ്ക്ക് അച്ഛൻ മുറിയിൽ കയറി വന്നു. ഇന്ന് വൈകുന്നേരം നിനക്ക് ബാംഗ്ലൂരിലേക്കുള്ള ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം എല്ലാം നിൻ്റെ ഇഷ്ടത്തിനാണ് നടന്നത്. ഇനി അത് പ്രതീക്ഷിക്കേണ്ട. ഞങ്ങൾ നിനക്കൊരു കല്യാണം ആലോചിച്ചിട്ടുണ്ട്. അത് ശരിയാകുമ്പോൾ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് വന്നോണം. അവളുടെ ഫോണും ലാപ്ടോപ്പും ബാഗും കയ്യിൽ കൊടുത്ത് ഒരു താക്കീതെന്ന പോലെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ കണ്ണൻ? അവൾ കാര്യം മനസ്സിലാവാതെ സംശയത്തോടെ ചോദിച്ചു. അവൻ്റെ കാര്യം നോക്കാൻ ഇവിടെ മുതിർന്ന ആൾക്കാരുണ്ട്. നീ അതിൽ ഇടപെടണ്ട. ചേച്ചിയുടെ ഒരു വിവരവും ഇല്ലാതെയായപ്പോൾ കണ്ണൻ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു. ചേച്ചിയെ ഇനി ബാംഗ്ലൂരിലേക്ക് വിടില്ല, ജോലി രാജിവെപ്പിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ ഒരുപാട് കരഞ്ഞു. പാവം കുറേ പറഞ്ഞു നോക്കി, പക്ഷേ ആരും സമ്മതിച്ചില്ല. ഒടുവിൽ ചേച്ചിയെ ബാംഗ്ലൂരിലേക്ക് വിട്ടാൽ തിരിച്ചു വരാമെന്ന് സമ്മതിച്ചു. അതിഥി പോകാൻ നേരം അപ്പു ആരും കേൾക്കാതെ സ്വകാര്യമായി വന്നു പറഞ്ഞു. സ്വന്തം മക്കളെ മാനസികമായി എങ്ങനെ ഇത്ര ചൂഷണം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നുവെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല. അല്ലെങ്കിലും നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവർക്കാണ് നമ്മളെ പറ്റിക്കാൻ വേദനിപ്പിക്കാൻ എളുപ്പം. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അവൾ മറിച്ചൊന്നും പറയാതെ ബാംഗ്ലൂരിലേക്ക് ബസ് കയറി. ഫോൺ ഓണാക്കിയപ്പോൾ അതിൽ ആദിയുടെയും സാക്ഷിയുടെയും ദേവുവിൻ്റെയും ശരണിൻ്റെയും എല്ലാം കോളുണ്ടായിരുന്നു. ശരണിനെ ഒരുപാട് തിരിച്ചു വിളിച്ചെങ്കിലും റിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എടോ, നിനക്കെന്താ പറ്റിയേ? ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തത്? നീ ഓക്കെ അല്ലേ? അച്ഛൻ വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കഷ്ടിച്ച് കുറച്ച് ദിവസം ലീവ് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് അബുദാബി വരെ പോയിട്ട് വരാം. നീ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഐ മിസ് യു. 8 ദിവസങ്ങൾക്ക് മുൻപേ ശരൺ അവസാനം അയച്ച മെസ്സേജ് അവൾ പല ആവർത്തി വായിച്ചു. ഒരുപക്ഷെ അവൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാകില്ല. കഴിഞ്ഞ ആഴ്ച വീട്ടിലുണ്ടായ കാര്യങ്ങളെല്ലാം അവന് വോയിസ് മെസ്സേജ് അയച്ചു. ഫ്രീ ആകുമ്പോൾ വിളിക്കണമെന്നും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടാണ് അവൾ കിടന്നത്. കണ്ണൻ പറഞ്ഞ് വലിയ കാര്യമെല്ലാം അറിഞ്ഞിരുന്നു. സാക്ഷിയോടും ആദിയോടുമെല്ലാം അവൾ വിളിച്ച് കാര്യം പറഞ്ഞു. ഓഫീസിലെ കാര്യങ്ങൾ ആദിയോട് മാനേജ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പിറ്റേന്ന് അവളെ പിക്ക് ചെയ്യാൻ ദേവുവും സാക്ഷിയും വന്നിരുന്നു. അതിഥിയെ കണ്ടപാടെ അവർ രണ്ടുപേരും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരയാൻ പോലും കഴിയാത്ത വിധം അവളുടെ മനസ്സ് മരവിച്ചിരുന്നു. കണ്ണനെ വിളിക്കാനോ സംസാരിക്കാനോ ഉള്ള ധൈര്യം അവൾക്കുണ്ടായില്ല. അവൻ്റെ കോളുകൾക്കും മെസ്സേജുകൾക്കും ഒന്നും അവൾ മറുപടി കൊടുത്തില്ല. അവനോട് താൻ എന്തോ ചതി ചെയ്തുവെന്ന കുറ്റബോധമായിരുന്നു അവളുടെ മനസ്സ് നിറയെ. താൻ സ്വന്തമെന്ന് കരുതി ചേർത്ത് നിർത്തിയ അതേ വീട്ടുകാർ തന്നെ ഇത്രമേൽ മുറിവേൽപ്പിച്ചുവെന്ന കാര്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഓഫീസിൽ ഗീത ചേച്ചി ഒരുപാട് തവണ വന്ന് സംസാരിച്ചെങ്കിലും അവളുടെ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അവൾക്ക് അപ്പോൾ ഏറ്റവും ആവശ്യം ശരണിനെയായിരുന്നു. അവനൊന്ന് വന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ഒന്ന് പൊട്ടിക്കരയാമായിരുന്നു എന്നവൾക്ക് തോന്നി. അതിഥി, ഇതിൽ നിന്റെ തെറ്റൊന്നുമില്ല. നീ നിനക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തില്ലേ? അതോർത്ത് വിഷമിക്കേണ്ട. അവൾക്ക് നേരെ ഒരു ചായ ഗ്ലാസ് നീട്ടി ആദി പറഞ്ഞു. ആദി, നിന്നെ ഓഫീസിൽ വിളിക്കുന്നുണ്ട്. നോട്ടീസ് പീരീഡിൻ്റെ കാര്യം പറയാൻ ആദിയെ തിരഞ്ഞു വന്ന ശക്തി പറഞ്ഞു. നോട്ടീസ് പീരീഡോ? നീ റിസൈൻ ചെയ്തോ? അതിഥി ഞെട്ടലോടെ ആദിക്ക് നേരെ തിരിഞ്ഞു. കഴിഞ്ഞ ആഴ്ച. അത് പറയാൻ ഞാൻ നിന്നെ ഒരുപാട് വിളിച്ചു. പക്ഷേ ഫോൺ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ലല്ലോ നീ. ഇന്ന് വന്നപ്പോഴും എനിക്കത് പറയാൻ പറ്റിയില്ല. ചേച്ചിക്ക് ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് കുറച്ചുകൂടെ ശമ്പളമുള്ള മറ്റൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് റിസൈൻ ചെയ്ത് സിനിമയിൽ നോക്കാൻ പറഞ്ഞു. അടുത്ത മാസം ഒരു പുതിയ പടത്തിൻ്റെ ഷൂട്ടുണ്ട്. അതിൽ അസിസ്റ്റൻ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ പിന്നെ ഞാൻ ഒരുപാട് ആലോചിച്ചില്ല. ഓഹോ, അപ്പോൾ എല്ലാവർക്കും അവരുടെ കാര്യങ്ങളല്ലേ? എന്ത് സ്വാർത്ഥതയാണ് ആദ്യം നിനക്ക്. നീ എന്നെക്കുറിച്ച് ആലോചിച്ചോ? ഒരു അവസരം വന്നപ്പോൾ നീ എന്നെ ഒറ്റയ്ക്കാക്കി അല്ലേ?
പൊക്കോ, എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ. എനിക്കിനി ഇങ്ങനെ ഒരു ഫ്രണ്ടില്ല. അവൻ പോകുകയാണെന്ന കാര്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല. എല്ലാ തരത്തിലും അവൾക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നി. സ്നേഹിച്ചവരെല്ലാം ഒരുമിച്ച് തന്നെ അകലേക്ക് തള്ളിമാറ്റുന്നു എന്ന വേദനയിൽ കരഞ്ഞുകൊണ്ട് അവൻ പറയുന്നതൊന്നും കേൾക്കാതെ അവൾ ബാഗെടുത്ത് ഓഫീസിൽ നിന്നിറങ്ങി. ഊബറിന് കാത്തു നിൽക്കാതെ മുന്നിൽ വന്ന ഓട്ടോയ്ക്കെല്ലാം കൈ കാണിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് എതിരെ വന്ന സാമിനെയും അഖിലിനെയും കണ്ടത്. ശരൺ എന്ന തിരിച്ചു വരുന്നത്. ഞാൻ എത്ര മെസ്സേജ് അയച്ചുവെന്നറിയോ? അവനൊന്നും സീനാക്കുന്നില്ല. എനിക്ക് അവൻ്റെ അവിടുത്തെ നമ്പർ അറിയില്ല. അവിടുത്തെ എന്തെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരുമോ? എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു. അത് നീ ഇത്ര ദിവസം എവിടെയായിരുന്നു? എത്ര തവണ വിളിച്ചു? കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? ഒന്ന് തെളിച്ചു പറ. അതിഥിയുടെ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിയാതെ സാമു അഖില് പരസ്പരം നോക്കി. അതിഥി, നീ പാനിക്കാവരുത്. സിറ്റുവേഷൻ എത്ര മോശമായാലും നീ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ദയവ് ചെയ്ത് നിങ്ങൾ കാര്യം പറയും. അവൾ സാമിൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. സാം വിഷമത്തോടെ ഫോണെടുത്ത് ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ അവൾക്ക് നേരെ പിടിച്ചു. 4 ദിവസം മുൻപേ ശരണിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അവനിനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല. മോതിരമാറുന്ന ശരണിൻ്റെയും പെൺകുട്ടിയുടെയും ഫോട്ടോ ഒറ്റ സെക്കൻഡ് മാത്രമേ നോക്കാൻ അതിഥിക്ക് കഴിഞ്ഞുള്ളൂ. തളർന്ന് വീണുപോയ അവളെ സാമും അഖിലും കൂടെ താങ്ങി നിർത്തി. അതിഥി, താൻ ഓക്കെയല്ലേ? ഹോസ്റ്റൽ റൂമിൽ ഈ സമയത്ത് ആരുമില്ലാത്തതിനാൽ അവളെ ആൻറ്റിയുടെ വീട്ടിൽ വിട്ട് ഇറങ്ങാൻ നേരം അഖിൽ ചോദിച്ചു. അതിന് ഒന്ന് മൂളുക മാത്രം ചെയ്ത് തലവേദനയാണ്, കിടക്കണമെന്ന് ശാലുവിനോട് പറഞ്ഞ് അവൾ നേരെ മുറിയിൽ പോയി വാതിലടച്ചു. ചേച്ചി, അമ്മ ഇവിടെയില്ല. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം കേട്ടോ. കാര്യമൊന്നും അറിയാതെ അവളെ വിശ്രമിക്കാൻ വിട്ട് ശാലു പുറത്തേക്ക് പോയി. കരയാൻ പോലും കഴിയാതെ അതിഥി കട്ടിലിൽ ധരിച്ചിരുന്നു. ശരണിൻ്റെ മുഖം എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടും അവ്യക്തമാകുന്നു. സ്നേഹം കൊണ്ട് പലപ്പോഴും മുറിവേറ്റിട്ടുണ്ടെങ്കിലും ഇത്രയും തീവ്രമായി തന്നെ ഉലച്ചു കളയാൻ അവയ്ക്കൊന്നും സാധിച്ചിട്ടില്ല എന്നവൾക്ക് തോന്നി. സ്വന്തമെന്ന് കരുതാൻ തനിക്കിനി ആരുമില്ലാത്ത പോലെ, ശരീരം മുഴുവൻ വിറയ്ക്കുന്ന പോലെ, വീണ്ടും തളർന്നു പോകുന്ന പോലെ. ഉറക്കെ കരയാൻ ശ്രമിച്ചിട്ടും ശബ്ദം പുറത്തു വന്നില്ല. വിറയ്ക്കുന്ന ചുണ്ടുകൾ അമർത്തി കടിച്ചപ്പോൾ പൊട്ടിച്ചോരയൊലിച്ചിട്ടും വേദനയറിയാതെ അവൾ ഒരു പേപ്പറിനും പെന്നിനും വേണ്ടി മുറി മുഴുവൻ പരതി. ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം വിഡ്ഢികളെന്നാണെന്ന് എല്ലാവരും പറയുന്നത്. ഇന്നലെ വരെ ഞാനും അത് വിശ്വസിച്ചിരുന്നു. പക്ഷേ അതങ്ങനെയല്ല. താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന തിരിച്ചറിവാണ് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ആ തിരിച്ചറിവിലേക്ക് എത്താൻ തനിക്ക് ചുറ്റും സംഭവിച്ചതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം വേണം. അതൊരിക്കലും വിഡ്ഢിയായ ഒരാൾക്ക് സാധിക്കില്ല. ഇവിടെ നിങ്ങൾക്ക് ഇതെൻ്റെ നിസ്സഹായതയോ ഭീരുത്വമോ ആയി തോന്നിയേക്കാം. പക്ഷേ എനിക്കിപ്പോൾ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയെന്ന് അംഗീകരിക്കാനുള്ള ധൈര്യമുണ്ട്. ഈ തീരുമാനം എനിക്ക് എന്നിലുള്ള അവസാന പ്രതീക്ഷയാണ്. ജീവിതത്തിൽ ഒരിക്കലും അവനവനായി ജീവിക്കാൻ കഴിയാത്ത ഒരുവൾക്ക് മരണത്തിലെങ്കിലും അത് സാധിക്കേണ്ടിയിരിക്കുന്നു. സ്വയം നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല, അത്രമാത്രം. അതിഥി 28/11/2017. കയ്യിൽ കിട്ടിയ പേപ്പറിൽ ഇത്രയും എഴുതി വെച്ച് ഷെൽഫിൽ നിന്നും ആൻറ്റിയുടെ സ്ലീപ്പിംഗ് പിൽസ് ബോട്ടിൽ കൈ വെള്ളയിലേക്ക് കമിഴ്ത്തി വേഗത്തിൽ വായിലേക്കിട്ട് അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നിസ്സംഗതയോടെ അവൾ ബെഡിലേക്ക് വീണു. അമ്മു, എണീറ്റേ. ആരുടെയോ തണുത്ത ഉള്ളം കൈ കവിളിൽ തട്ടിയപ്പോൾ അതിഥി പ്രയാസപ്പെട്ട് കണ്ണു തുറന്നു. തന്നെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്ന ലയയുടെ മുഖവും നേരെ മുകളിൽ നിന്ന് മുഖത്തേക്ക് അടിക്കുന്ന ശക്തമായ വെളിച്ചവും ചുറ്റുമുള്ള മോണിറ്ററുകളും അവ്യക്തമായി കണ്ടു. അവൾ ബെഡിൽ നിന്നും ചാടി എണീൽക്കാൻ ശ്രമിച്ചു. ഞാൻ എവിടെയാ? കഷ്ടപ്പെട്ട് അത്രയും ചോദിച്ചപ്പോഴേക്കും വരണ്ട തൊണ്ട പൊട്ടി ചോരയൊലിക്കുന്ന പോലെ തോന്നി. അവൾ കഴുത്തിലേക്ക് കൈവച്ചു. നീ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് സെഡേറ്റീവ് പിൽസ് കഴിച്ച് ബോധം പോയി. ശാലുവും ആൻറ്റിയും കൂടെ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇന്നലെ രാത്രി തന്നെ കഴിച്ച മെഡിസിൻ മുഴുവൻ അവർ പുറത്തെടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം കൂടെ ഒബ്സർവേഷനിൽ വെച്ചിട്ട് ഡിസ്ചാർജ് ചെയ്യും. ആൻറ്റി അപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഇന്നലെ രാത്രി തന്നെ ഇങ്ങോട്ട് വന്നു. നീ കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഒരുപാട് സമയം എന്നെ ഇവിടെ നിർത്തില്ല. ഞാൻ പുറത്ത് നിൽക്കാം. നീ തൽക്കാലം കണ്ണടച്ചു കിടക്ക്. ലയ പറഞ്ഞത് മുഴുവനും അതിഥി കേട്ടില്ല. അപ്പോഴേക്കും തലയ്ക്ക് അടിയേറ്റതുപോലെയുള്ള വേദനയിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞു. എന്തായി ലയ? അവൾ ഓക്കെയല്ലേ? സംസാരിച്ചോ നീ? പുറത്തിറങ്ങിയ ലയയെ കാത്തുനിന്ന ആൻറ്റിയും ശാലുവും അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അവൾക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. വൈകുന്നേരം നമുക്ക് ഒന്നുകൂടെ സംസാരിക്കാം. ആത്മഹത്യശ്രമം ആയതുകൊണ്ട് പോലീസ് വന്ന് ഒന്ന് അന്വേഷിക്കും. മെൽബിൻ്റെ 2 ഫ്രണ്ട്സുണ്ട് ഇവിടെ. അവർ അത് കേസാവാതെ ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് പോക്കോ. അങ്കിൾ അറിഞ്ഞാൽ അവളുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ് പ്രശ്നമാകും. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കാം. നാളെ രാവിലെ ഡിസ്ചാർജ് ആവും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റുണ്ട് ഇവിടെ. ഇപ്പോൾ ആരും താമസമില്ല. അവളൊന്ന് ഓക്കെ ആവുന്നവരെ എൻ്റെ കൂടെ അവിടെ നിൽക്കട്ടെ. ആൻറ്റി സാക്ഷിയോടും ആദ്യയോടുമെല്ലാം ഒന്ന് പറഞ്ഞാൽ മതി. അവൾ ഓക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ വന്ന് കാണാം.
ആൻറ്റി അവളുടെ കുറച്ച് ഡ്രസ്സും സാധനങ്ങളും എല്ലാം ഒന്ന് എനിക്ക് ഇവിടേക്ക് കൊണ്ടുവന്ന് തന്നാൽ മതി. ഹോസ്പിറ്റലിൽ നിൽക്കാമെന്നും ആൻറ്റിയും ശാലുവും ആദ്യം ദൈവവും സാക്ഷിയും ഒക്കെ നിർബന്ധം പിടിച്ചെങ്കിലും അതിഥിക്ക് പെട്ടെന്ന് അവരെയെല്ലാം ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമെന്ന് ഉറപ്പുള്ളതിനാൽ ലയ എല്ലാവരെയും സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. സോറി ലയ, വേണമെന്ന് കരുതി ചെയ്തതല്ല. എനിക്ക് അപ്പോൾ വേറെയൊന്നും മനസ്സിൽ വന്നില്ല. എനിക്ക് ആ വേദന മറക്കണമായിരുന്നു. വൈകുന്നേരം അതിഥിയെ കാണാൻ റൂമിലെത്തിയ ലയയെ അവൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മോ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയില്ല, എനിക്ക് മനസ്സിലാവും. പക്ഷേ നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പിന്നെ ആരാ ഉള്ളത്? ലയ നിറഞ്ഞ കണ്ണുകളോടെ അവളെ ചേർത്ത് പിടിച്ചു. പിറ്റേന്ന് ഡിസ്ചാർജ് ചെയ്ത് ഫ്ലാറ്റിലെത്തിയ മുതൽ ലൈറ്റിടാതെ മുറിയടച്ചിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന അതിഥി ഇടയ്ക്കൊക്കെ ഞെട്ടി ചരണിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ലയ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ ഒരു ബന്ധവുമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്ന അതിഥിയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ അവൾ നിശബ്ദമായി കൂട്ടിരുന്നു. ഒരാഴ്ചയോളം മുറിവിട്ട് പുറത്തിറങ്ങാതെ കരഞ്ഞുകൊണ്ടിരുന്ന അതിഥിക്ക് ഭക്ഷണവുമായി ലയ മുറിയിലെത്തി. അമ്മോ, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടോ ഭക്ഷണം കഴിക്കാതെ ഇരുന്നതുകൊണ്ടോ അവൻ തിരിച്ചു വരില്ല. എവിടെ നിർത്തിയോ അവിടെ നിന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ ഒന്നും തുടങ്ങാൻ പറ്റില്ല. ഇനി നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളില്ല എന്ന കാര്യം, അത് എത്ര വേദനയുള്ളതായാലും ആ സത്യത്തെ നീ അംഗീകരിച്ചേ തീരൂ. ലയ, എനിക്കറിയാം അവനിനി ഒരിക്കലും എൻ്റേതാകില്ലെന്ന്. ഒരിക്കലും തമ്മിൽ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ജീവിതം മുഴുവൻ ഞാൻ അവൻ്റെ കൂടെ സ്വപ്നം കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് അതെല്ലാം മറക്കാൻ സാധിക്കുന്നത്? ഒറ്റ രാത്രി കൊണ്ട് അവൻ എന്നെ സ്നേഹിച്ച പോലെ, ചേർത്ത് പിടിച്ച പോലെ മറ്റൊരാളെ ചേർത്ത് പിടിക്കുന്നുവെന്ന് എങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? അത് ഓർക്കും തോറും നെഞ്ചിൽ കൊളുത്തി വലിക്കുന്ന ഒരു വേദനയുണ്ട്. അതെങ്ങനെയാണ് നിനക്ക് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. എത്ര ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാനാവാതെ കണ്ണുനീർ അവളുടെ കവിളിലും കഴുത്തും ഒരുപോലെ നനച്ചുകൊണ്ടിരുന്നു. അമ്മു, എനിക്കറിയാം പെട്ടെന്നൊരു ദിവസം ഇതൊന്നും മാറില്ലെന്ന്. നമ്മളെല്ലാം മനുഷ്യരാണ്. സ്വിച്ചിട്ട പോലെ വികാരങ്ങളെ മായ്ക്കാനൊന്നും പറ്റില്ല. നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ. പക്ഷേ ചില അവസ്ഥകളുണ്ട്. എത്ര രാത്രി കരഞ്ഞിട്ടാണെങ്കിലും വേദനിച്ചിട്ടാണെങ്കിലും ചില ഓർമ്മകളെ മായ്ച്ചു കളയാതെ നമുക്ക് മുന്നോട്ട് നടക്കാൻ കഴിയില്ല. മനുഷ്യന് മറവി എന്നൊരു കാര്യം കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയുമോ? മുന്നോട്ട് ജീവിക്കാൻ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. മക്കളെ നഷ്ടമായിട്ട് ജീവിക്കുന്ന അച്ഛനും അമ്മയും അല്ലേ? ഭാര്യയെ, ഭർത്താവിനെ, അനുജനെ ഒക്കെ മരണത്തിന് വിട്ടുകൊടുത്ത് നിസ്സഹായരായ ആളുകളില്ലേ? അവരൊക്കെയും ജീവിക്കുന്നില്ലേ? എനിക്കൊരു തിരക്കുമില്ല. നീ ഓക്കെ ആവുന്നവരെ ഞാൻ ഇവിടെ കാണും. എനിക്ക് എൻ്റെ പഴയ അതിഥിയെ തിരിച്ചു വേണം. എനിക്ക് വേണ്ടിയെങ്കിലും നീ കുറച്ച് എന്തെങ്കിലും കഴിക്ക്. മെഡിസിൻസ് എടുക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കില്ലായിരുന്നു. ലയ ഭക്ഷണം അടച്ചു വെച്ച് കതക് ചാരി പുറത്തിറങ്ങി. പിന്നെയും 2 ദിവസത്തിന് ശേഷമാണ് അതിഥി മുറിവിട്ട് പുറത്തിറങ്ങിയത്. ലയ അവൾക്കൊരു ചായ ഇട്ട് കൊടുത്തു. രണ്ടുപേരും ബാൽക്കണിയിൽ വന്നിരുന്നു. അമ്മു, അവൻ നിന്നെ വേണ്ടെന്ന് വെച്ചതുകൊണ്ട് മാത്രമല്ല നീ ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം. വീട്ടുകാർ ഒരിക്കലും നിന്നോട് ചെയ്യാൻ പാടില്ലാത്തതാണ് അവർ പറഞ്ഞതും ചെയ്തതും. അതൊക്കെ പോട്ടെയെന്ന് വയ്ക്കാൻ എളുപ്പമല്ല. പക്ഷേ ഇതിൽ കൂടുതലായി നീ അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്. അവരിനി മാറാനോ തിരുത്താനോ ഒന്നും പോണില്ല. പക്ഷേ നീ കരുതി വെച്ചതുപോലെ കണ്ണൻ അവൻ്റെ ജീവിതം കളഞ്ഞിട്ടൊന്നുമില്ല. നിഹാലിന് പുറത്ത് ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഈ മാസം അവസാനം അവൻ പോകും. അത് കഴിഞ്ഞ് കണ്ണനും പതുക്കെ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അതുവരെ വീട്ടിൽ പോയി നിന്ന് അവർ പറയുന്ന പോലെ കേട്ട് മനസ്സ് മാറിയ പോലെ അഭിനയിക്കും. ഇനി അവൻ ഇറങ്ങിപ്പോകുമ്പോൾ കാരണം തിരക്കാനോ കേസ് കൊടുക്കാനോ ഒന്നും നിൽക്കില്ലല്ലോ. ഇതൊക്കെ സംഭവിച്ചത് എന്തായാലും നന്നായി. അല്ലെങ്കിൽ ഒരിക്കലും അവനിതിനൊന്നും വീട്ടിൽ പറയാൻ കഴിയില്ലായിരുന്നു. അവൻ നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് വിളിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. നീ കൊണ്ട തല്ലും ചീത്തയും ഒന്നും വെറുതെ ആയിട്ടില്ല. കണ്ണന് നീ ഒരു പുതിയ ലൈഫ് കൊടുത്ത പോലെ നിനക്ക് നീ ഒരു ചാൻസ് കൂടെ കൊടുക്കണം. മനസ്സിലായോ? ലയ അതിഥിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ലയ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. എനിക്കിനി ഇവിടെ നിൽക്കണ്ട. ഒരു ചേഞ്ച് വേണം. വിഷമമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എവിടെ നിന്നാണോ മുറിപ്പെട്ടത് അതേ എടുത്തു നിന്ന് തന്നെ അത് ഉണക്കാൻ ശ്രമിക്കുന്നതിൽ കാര്യമില്ല. കൊൽക്കത്തയിൽ നിന്ന് എനിക്കൊരു ജോബ് ഓഫർ കിട്ടിയിരുന്നു. അന്നത്തെ അവസ്ഥ വെച്ച് ഞാനത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും നല്ലത് അതാണെന്ന് തോന്നുന്നു. പിന്നെ നീ പറഞ്ഞത് ശരിയാണ്. വീട്ടുകാരെന്നെ സ്നേഹിക്കണം, മനസ്സിലാക്കണം എന്ന വാശി ഇപ്പോൾ എനിക്കില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് വയ്യ. എല്ലാവരെയും സന്തോഷപ്പെടുത്തി സ്വയം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്ന് എനിക്കറിയാം. എന്നെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ആ സ്നേഹം എനിക്ക് ഇനി വേണ്ട. ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. അവൾ ആരി തുടങ്ങിയ ചായ ഒരു കവിൾ കുടിച്ചു. നിനക്ക് എന്താണോ സമാധാനവും സന്തോഷവും തരുന്നത് അത് ചെയ്താൽ മതി. പക്ഷേ ഒറ്റ കാര്യം പറയാതെ വയ്യ അമ്മു. എന്താ? ജീവിതത്തിൽ ഒരു കാര്യം പോലും മെനയായി ചെയ്യാൻ നിനക്കറിയില്ല. ആത്മഹത്യ ചെയ്യുമ്പോഴെങ്കിലും ഒന്ന് വൃത്തിയിൽ ചെയ്തൂടെ? ജീവിതത്തിൽ ഒരിക്കലൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ? അതിഥി കാര്യം മനസ്സിലാവാതെ ലയയെ നോക്കി. നീ കഴിച്ച മെഡിസിൻസ് കഴിച്ചാലൊന്നും ആരും ചത്തുപോകില്ല അമ്മു. ചിലപ്പോൾ ശരീരം തളർന്നു പോകും.
നരകിച്ച് ജീവിക്കേണ്ടി വന്നേനെ. അയ്യേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ലയ അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു. ഓഹോ, അപ്പോൾ ഞാൻ ചാവാത്തതിലാണ് നിനക്ക് വിഷമം അല്ലേ? അതിഥി ഒരു ബിസ്ക്കറ്റ് എടുത്ത് ലയക്ക് നേരെ എറിഞ്ഞു. ഒരുപാട് നാളുകൾക്ക് ശേഷം അതിഥി മനസ്സ് തുറന്ന് ചിരിച്ചു. അമ്മോ, ഇത് ആരൊക്കെയാണ് വന്നതെന്ന് നോക്കിയേ. വൈകിട്ട് റൂമിൽ ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന അതിഥി ബുക്ക് മടക്കി വെച്ച് പുറത്തേക്ക് വന്നു. ഹാളിൽ ഒരുപാട് ചോക്ലേറ്റും പൂക്കളുമൊക്കെയായി ആദിയും ശക്തിയും ഗീത ചേച്ചിയും സാക്ഷിയും ദേവവും അശ്വിനിയും ആൻറ്റിയും ശാലുവും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെയെല്ലാം ഒരുമിച്ച് കണ്ടതും എന്തു പറയണമെന്നറിയാതെ മരവിച്ച് നിന്ന അതിഥിയുടെ കൈ പിടിച്ച് ദേവു ഹാളിലേക്ക് കൊണ്ടുവന്നു. നിനക്ക് ജോലി കിട്ടിയില്ലേ? അതിൻ്റെ പാർട്ടിയാണ് ഇന്നിവിടെ. ലയ എല്ലാവർക്കും കുടിക്കാൻ ജ്യൂസ് കൊടുക്കുന്നതിനിടെ പറഞ്ഞു. അന്ന് രാത്രി മുഴുവൻ എല്ലാവരും കൂടെ കളിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ചുമെല്ലാം ആഘോഷിച്ചു. ആരും തന്നോട് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ സഹതപിക്കുകയോ ചെയ്യാത്തത് അതിഥിയെ അത്ഭുതപ്പെടുത്തി. ആ ഒരു രാത്രി തനിക്ക് ചുറ്റും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ, തനിക്ക് ഒന്നും നഷ്ടമാവാത്ത പോലെ അവൾക്ക് തോന്നി. അമ്മോ, മറ്റന്നാൾ രാവിലെയാണ് കൊൽക്കത്തയ്ക്കുള്ള ട്രെയിൻ. നിന്നെ കൊണ്ടാക്കാൻ ഇവരെല്ലാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് നാളെ ഓഫീസിൽ പോയി ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് ഹാപ്പിയായിട്ട് ഇറങ്ങണം. ഓക്കെ? തിരിച്ച് ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി അതിഥിയെ ഹോസ്റ്റലിൽ വിട്ട് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ലയ പറഞ്ഞു. കണ്ണിൽ നിന്ന് അകലുന്നവരെ കാറിൽ നിന്നും ലയ അവൾക്ക് കൈവീശി. ലയ ചേച്ചിയെപ്പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയതിൽ ചേച്ചി എത്ര ലക്കിയാണെന്നറിയോ? റൂമിലേക്കുള്ള പടികൾ കയറുന്നതിനിടെ ദേവു പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴും മുന്നോട്ട് നടക്കാൻ നമുക്കെല്ലാം എന്തെങ്കിലും ദൈവം ബാക്കി വയ്ക്കും. എനിക്കത് അവളാണ്, എൻ്റെ ലൈഫ് ലൈൻ. അത് പറയുമ്പോൾ അതിഥിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. എൻ്റെ സാക്ഷി, നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കല്ലേ. അതിഥി നാളെ പോവുകയാണെന്ന കാര്യം ഉൾക്കൊള്ളാൻ കഴിയാതെ കരഞ്ഞു പിണങ്ങിയും ഇരുന്ന സാക്ഷിയെ അവൾ കെട്ടിപ്പിടിച്ചു. ഞാൻ നിന്നെ കുറേ മിസ് ചെയ്യും. സാക്ഷി സങ്കടം സഹിക്കാൻ വയ്യാതെ അതിഥിയെ കെട്ടിപ്പിടിച്ചു. അത് കണ്ടു നിന്ന ദേവവും അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. എനിക്ക് വിഷമമില്ല എന്നാണോ കരുതുന്നത്? നമ്മുടെ ഈ മുറിയും നിന്റെ ചീത്തയും വഴക്കുകളും ദേവുവിൻ്റെ പരാതികളും രാത്രി നടത്തങ്ങളും വർത്തമാനങ്ങളും എല്ലാം ഞാൻ മിസ് ചെയ്യും. പക്ഷേ അതുപോലെ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അതിൻ്റെ ഇരട്ടി വേദന ഞാൻ അനുഭവിക്കേണ്ടി വരും. നിങ്ങളിങ്ങനെ കരഞ്ഞെന്നെ യാത്രയാക്കരുത് പ്ലീസ്. ഇല്ല ചേച്ചി, ഞാൻ ഇനി കരയില്ല. എന്തു വന്നാലും കരയില്ല. എല്ലാത്തിനെയും ബോൾഡായി നേരിടാൻ എന്നെ പഠിപ്പിച്ചത് ചേച്ചിയാണ്. അതുകൊണ്ട് ചേച്ചിയെ ഞാൻ ഹാപ്പിയായിട്ട് പറഞ്ഞു വിടും. ദേവു കണ്ണു തുറച്ചു. എനിക്ക് നിന്നോടൊരു കാര്യം കൂടെ പറയാനുണ്ട്. സാക്ഷി അതിഥിയുടെ കൈ പിടിച്ചു. എന്താ? അമ്മയാണേ സത്യം. 11 മണിക്ക് വരാന്തയിലെ ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് വാർഡനോട് പറഞ്ഞത് ഞാനല്ല. സോറി, അത് ഞങ്ങൾ വിശ്വസിക്കില്ല അല്ലേ ദേവു? ദേവുവും അതിഥിയും ഒരുപോലെ ചിരിച്ചു. ശരി, വിശ്വസിക്കണ്ട. എന്നത്തെയും പോലെ പിണങ്ങി മുഖം വീർപ്പിച്ച് സാക്ഷി മുറിയിൽ നിന്നിറങ്ങിപ്പോയി. അവളെ വിളിക്കാൻ പിറകെ ഓടിയ ദേവുവിനെയും സാക്ഷിയെയും നോക്കി അതുവരെ അടക്കി വെച്ച വിഷമമെല്ലാം പിടിച്ചു വയ്ക്കാനാവാതെ അതിഥി നിറഞ്ഞ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് കരഞ്ഞു. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുൻപേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവൾ ആൻറ്റിയുടെ വീട്ടിൽ കയറി. അവളെ കണ്ടതും ബാൽക്കണിയിൽ ചെടി നനച്ചുകൊണ്ടിരുന്ന ശാലു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഇത്രയും കാലം ബാൽക്കണിയിൽ പോയി ചെടി നനച്ചിട്ടും നീ ഇതുവരെ അപ്പുറത്തെ ഫ്ലാറ്റിലെ പയ്യനെ സെറ്റ് ചെയ്തില്ലേ? അയ്യോ ചേച്ചി, ഒന്ന് പതുക്കെ. അവൾ അതിഥിയുടെ വായ പൊത്തിപ്പിടിച്ചു. നാളെ പോവാണ് അല്ലേ? ഈ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആൻറ്റി എന്ന് വിളിച്ച് ഇടയ്ക്ക് കയറി വരുമ്പോൾ എനിക്കെന്തോ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. ഇനി എപ്പോഴാണ് ആൻറ്റിയുടെ ഫുഡ് കഴിക്കാൻ മോള് വരുന്നേ? ഭക്ഷണം വിളമ്പുന്നതിനിടെ ആൻറ്റി സങ്കടം ഉള്ളിലൊതുക്കി ചോദിച്ചു. അയ്യേ, നിങ്ങളെല്ലാം എന്താ ഇങ്ങനെ? ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. കുറച്ചു കാലം ഒന്ന് മാറി നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിലും ഞാൻ ഇനി വരുമ്പോഴേക്കും ആൻറ്റി ഇവിടുന്ന് രക്ഷപ്പെടില്ലേ? അവൾ ചിരിച്ചുകൊണ്ട് കണ്ണിറക്കി. ഞാൻ നാട്ടിൽ വരാം ഇനി നിങ്ങളെ കാണാൻ. അവൾ ധൃതിയിൽ ഭക്ഷണം കഴിച്ച് ആൻറ്റി അടുത്ത കരച്ചിൽ സീൻ ഉണ്ടാക്കുന്നതിന് മുൻപേ അവിടെ നിന്നിറങ്ങി. ഓഫീസിലെത്തി HR റൂമിൽ നിന്നും ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് പുറത്തിറങ്ങിയപ്പോഴേക്കും ആദി അവളെ കാത്ത് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതിഥി, സോറി, നിന്നോട് ചോദിക്കാതെ ഞാൻ റിസൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു. നിനക്ക് ആരുമില്ല എന്ന് ഫീൽ ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു. ആദി ക്ഷമ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അയ്യോ ആദി, ഞാനാണ് സോറി പറയേണ്ടത്. നിൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നീ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് മറ്റാരേക്കാളും അറിയുന്നത് എനിക്കാണ്. നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം ആഘോഷിക്കുന്നതിനു പകരം ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി. സോറിടാ, എൻ്റെ അവസ്ഥ അത്ര മോശമായിരുന്നു. സത്യത്തിൽ നീ ഈ ജോലി കളയുന്നതിൽ, നിൻ്റെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ്. നീ ഭാവിയിൽ വലിയ നടനൊക്കെ ആവുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാലോ, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നെന്ന്. അവൾ അവൻ്റെ നെഞ്ചിൽ പതിയെ ഇടിച്ചുകൊണ്ട് പറഞ്ഞു. ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്നല്ല ദിതി, ആണെന്ന് പറയണം. ലൈഫിൽ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് നീ. നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. എന്തായാലും നമ്മൾ ഒരുമിച്ചിറങ്ങുന്നത് നന്നായി. അല്ലെങ്കിൽ നീ ഇവിടെ എന്നെ മിസ് ചെയ്ത് വിഷമിച്ച് മരിച്ചേനെ. ഡെസ്കിലേക്ക് നടക്കുന്നതിനിടെ അതിഥി അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. അതിന് ചാൻസ് ഒന്നുമില്ല. കേരളത്തിൽ നിന്ന് ഒരു പുതിയ പെങ്കൊച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീക്ക്. ഞാൻ അവളുടെ കൂടെ അടിച്ചു പൊളിച്ചേനെ. അയ്യടാ, അങ്ങനെ നീ പൊളിക്കണ്ട. നമ്മൾ രണ്ടുപേരും പെട്ടിയും കിടക്കയും എടുത്ത് ഒരുമിച്ചിറങ്ങുന്നു.
അവൾ അവൻ്റെ തലയ്ക്ക് ഒരു കൊട്ടു കൊടുത്തു. ഗീതി ചേച്ചിയും ശക്തിയും അവളുടെ ഡെസ്കിലുള്ള സാധനങ്ങളെല്ലാം പെറുക്കി പെട്ടിയിലാക്കി പാക്ക് ചെയ്തു വെച്ചിരുന്നു. ഉച്ചയ്ക്ക് മുൻപേ ഇറങ്ങാൻ പോയ അവളെ അവരെല്ലാം കൂടെ വൈകുന്നേരം വരെ അവിടെ പിടിച്ചിരുത്തി. അതിഥിക്ക് ഒരു വിസിറ്ററുണ്ട്. ഗീതി ചേച്ചിയുമായി സംസാരിച്ചുകൊണ്ടിരുന്ന അവളെ സെക്യൂരിറ്റി വന്ന് വിളിച്ചു. വിസിറ്റിംഗ് റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ അവിടെ തലകുനിച്ച് വിരലിനൊടിച്ചുകൊണ്ടിരുന്ന ശരണിനെ കണ്ട് ഒരു നിമിഷം അവൾ മരവിച്ചു നിന്നു. അതിഥി, എനിക്കൊന്ന് സംസാരിക്കണം പ്ലീസ്. അവളെ കണ്ടതും അവൻ ഓടി അടുത്തേക്ക് വന്നു. അതിഥി പേടിച്ചിട്ടെന്ന പോലെ പെട്ടെന്ന് പിറകോട്ട് മാറി. കണ്ണിൽ സാമിൻ്റെ കൈകളിലേക്ക് തലച്ചിട്ട് വീണ ആ നിമിഷവും ആശുപത്രി കിടക്കയും മിഞ്ഞുമാഞ്ഞു. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുടച്ച് ഒരു ദീർഘനിശ്വാസം എടുത്ത് അവൾ തിരിഞ്ഞു നടന്നു. അതിഥി പ്ലീസ്, ഒരു 5 മിനിറ്റ്, എന്നിട്ട് ഞാൻ പൊക്കോളൂ. അവൻ അവളുടെ പിറകെ ചെന്നു. 1 മിനിറ്റ്, ഞാൻ ബാഗ് എടുത്ത് വരാം, പുറത്തിറങ്ങി സംസാരിക്കാം, ഇവിടെ ഒരു സീനുണ്ടാക്കേണ്ട. അവൾ ഡെസ്കിൽ പോയി ബാഗെടുത്ത് അവൻ്റെ ഒപ്പം പുറത്തേക്ക് നടന്നു. ഓഫീസിന് മുൻപിലെ ചായക്കടയിൽ കയറി 2 ചായ പറഞ്ഞു. അവൾ അവന് എതിർവശത്തായി കസേര നീക്കിയിട്ടിരുന്നു. എണ്ണ തൊടാത്ത ചീകി വയ്ക്കാത്ത അവൻ്റെ മുടി എന്നത്തെയും പോലെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. കണ്ണിന് താഴെ വന്ന കരിവാളിപ്പ് മുഖത്തെ ഭംഗി മുഴുവൻ കവർന്നു പോയെന്ന് അവൾക്ക് തോന്നി. എത്ര ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാനാവാത്ത കണ്ണുനീർ തുടച്ച് വളരെ പ്രയാസപ്പെട്ട് ഒരു കുറ്റവാളിയെപ്പോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എടോ, ഒരിക്കലും നിന്നെ ചതിക്കണമെന്നോ പറ്റിക്കണമെന്നോ എനിക്കുണ്ടായില്ല. എൻ്റെ അവസ്ഥ അതായിപ്പോയി വീട്ടിലെ. ശരൺ പ്ലീസ്, എനിക്കത് കേൾക്കണ്ട. നിനക്ക് എന്നെ വേണ്ടെന്ന് വയ്ക്കാൻ അത്രയും വലിയൊരു കാരണമുണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇനി സത്യം കേട്ട് കഴിയുമ്പോൾ അതങ്ങനെയല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുത്തു പോകും. ഇപ്പോൾ നിനക്ക് എന്നോട് വെറുപ്പില്ലേ? ഒരാളെ വെറുത്തുകൊണ്ട് അയാളെ മറക്കാൻ പറ്റില്ല. നീ അർഹിക്കുന്നില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഞാൻ നിനക്ക് മാപ്പ് നൽകിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി എനിക്ക് മുന്നോട്ട് നടന്നേ തീരൂ. അല്ലെങ്കിലും നിന്നെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഞാൻ ഒരിക്കലും എൻ്റെ പ്രശ്നങ്ങളെ നേരെ നിന്ന് ഫേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പണ്ട് മുതലേ എൻ്റെ എല്ലാ വിഷമങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾ വരും എന്ന് കരുതി ഒരാളെ പ്രതീക്ഷിച്ചിരുന്നു. ലോകത്തെവിടെയും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി കത്തുകൾ എഴുതി എന്നെ മനസ്സിലാക്കാൻ, സ്നേഹിക്കാൻ, എൻ്റെ വിഷമങ്ങൾ നേരിടാൻ, എനിക്ക് വേണ്ടി നിലകൊള്ളാൻ ഞാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇത്ര നിസ്സാരമായി നിനക്കെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ലായിരുന്നു. നീ എന്നെ പൂർണ്ണമാക്കുന്ന എന്തോ ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എൻ്റെ എല്ലാ സന്തോഷങ്ങളും നിൻ്റെ ഉള്ളിലാണെന്ന് വിശ്വസിച്ചു. ഈ പുസ്തകങ്ങളിലും സിനിമയിലുമൊക്കെ കാണുന്ന പോലെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കാൻ ഒരു രാജകുമാരനും നായകനും വരില്ലെന്ന് എനിക്കിപ്പോൾ നന്നായിട്ടറിയാം. അതിഥി, എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്. നിന്നെ സ്നേഹിച്ച പോലെ ഞാൻ ഒരാളെയും സ്നേഹിച്ചിട്ടില്ല. അവൻ അവളുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. എനിക്കിഷ്ടാടോ, പക്ഷേ ആ ഇഷ്ടത്തോടെ തന്നെ നിന്നെ വേണ്ടെന്ന് വയ്ക്കാൻ എനിക്കിപ്പോൾ കഴിയും. ഇപ്പോൾ നീ കൈപിടിച്ച് കൂടെ കൂട്ടിയ, നിന്നെ മാത്രം സ്നേഹിച്ച് വിശ്വസിച്ച് നിൽക്കുന്ന ആ പെൺകുട്ടിയെ നല്ലോണം നോക്കണം എന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് തന്നെ നീയാണ്. അല്ലെങ്കിലും സ്നേഹിക്കാൻ എളുപ്പമാണ്, സ്നേഹിക്കപ്പെടാനാണ് പാട്. നമ്മളിങ്ങനെ ഒരുപാട് സംസാരിച്ച് ഉള്ള ബന്ധം നശിപ്പിക്കണ്ട. ഞാൻ നാളെ പോവാണ്. ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ഇഷ്ടമുള്ള 2 പരിചിതരായി നമുക്ക് പിരിയാം. അവൾ കസേര നീക്കി എണീറ്റു. അതിഥി പ്ലീസ്, ഇങ്ങനെ പറഞ്ഞു പോകരുത്. അവൻ കരഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ശരൺ, നീ എനിക്ക് നല്ലൊരു ഓർമ്മയാണ്. എന്തെങ്കിലും തേടി വരുമെന്ന് കരുതി ജനിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പെൺകുട്ടിക്ക് മുൻപിലേക്ക് പെട്ടെന്നൊരു ദിവസം സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഓർക്കിഡ് പൂക്കളുമായി കടന്നു വന്ന് അവൾ ആഗ്രഹിച്ചതിലും അധികം സ്നേഹവും കരുതലും നൽകി കടന്നു പോയവനാണ് നീ. നീ പാടിത്തരാറുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ പാട്ട് എവിടെ വെച്ചെങ്കിലും കേൾക്കുമ്പോൾ, നട്ടപ്പാതിരയ്ക്ക് ഒരു കട്ടൻ കുടിക്കാൻ പോകുമ്പോൾ, ഒരുപാട് ഇഷ്ടത്തോടെ ആരെങ്കിലുമൊക്കെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ, എവിടെയെങ്കിലും ഓർക്കിഡ് പൂക്കൾ കാണുമ്പോൾ ഞാൻ നിന്നെ ഓർക്കും, ചിരിക്കും. എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കൂ. അവൾ അവൻ്റെ കൈ വിടുവിച്ച് നിറഞ്ഞ കണ്ണു തുറച്ച് മുന്നോട്ട് നടന്നു. ആ വൈകുന്നേരത്തെ ആകാശത്തിന് മഞ്ഞ ഓർക്കിഡിൻ്റെ നിറവും തണുപ്പിന് അവൻ്റെ ചേർത്ത് പിടിക്കലുകളുടെ ഇളം ചൂടുമുണ്ടെന്ന് അവൾക്ക് തോന്നി. ബാഗെല്ലാം സീറ്റിനടിയിൽ വെച്ച് അവസാന യാത്ര പറച്ചിലിനായി അവൾ ഒന്നുകൂടെ വാതിലിനടുത്തേക്ക് വന്നു. സ്വന്തമാകുന്നിടത്തു മാത്രമല്ല, പ്രണയമെന്ന് സാക്ഷിക്കും സിദ്ധിനുമല്ലാതെ മറ്റാർക്കാണ് ഇതിൽ മനോഹരമായി തെളിയിക്കാൻ പറ്റുന്നത്? പ്രണയത്തിൻ്റെ സമവാക്യം തിരുത്തിയെഴുതി ദേവു മുന്നോട്ട് നടക്കുമ്പോൾ ജീവിതത്തിൽ ഇനി എന്തു വന്നാലും അതിനെ നേരിടാൻ അവൾ ഒരുക്കമാണ്. സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് നടന്നു കയറാൻ ആദിക്ക് ഇനിയും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഉറപ്പാണെങ്കിലും അവനത് നേടുമെന്നതിൽ സംശയമില്ല. എല്ലാം അവസാനിപ്പിച്ച് ഒറ്റയ്ക്ക് ജീവിതത്തെ നേരിടേണ്ടി വരുമ്പോൾ ആൻറ്റിയെ കാത്തു ഇരിക്കുന്നത് 1000 പ്രശ്നങ്ങളാകും. പക്ഷേ അതിനൊക്കെ അപ്പുറം സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം അവർക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. എത്ര ശ്രമിച്ചിട്ടും അവസാന യാത്ര പറച്ചിലിൽ കരയാതിരിക്കാൻ അതിഥിക്ക് കഴിഞ്ഞില്ല. ട്രെയിൻ പതുക്കെ നീങ്ങി തുടങ്ങിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൈവീശി അവളോട് യാത്ര പറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ അവർ കണ്ണിൽ നിന്ന് മായുന്നവരെ അതിഥി അവരെ നോക്കി നിന്നു. അവർക്ക് പിറകിൽ അല്പം മാറി ഒരു കൂട്ടം ഓർക്കിഡ് പൂക്കളുമായി അവനും കൈവീശുന്ന പോലെ അവൾക്ക് തോന്നി. ആ കാഴ്ച മറയാതിരിക്കാൻ അവൾ കണ്ണുകൾ മുറുക്കിയടച്ചു.
കൊൽക്കത്തയിലെത്താൻ 2 മണിക്കൂർ കൂടെ ശേഷിക്കെ അവൾ ബാഗിൽ നിന്നും ഡയറി എടുത്തു. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും എഴുതി തുടങ്ങി. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ചുറ്റുമുള്ള ഒന്നിലും ഒരു പ്രതീക്ഷയുമില്ലാതെ എന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു പുതിയ യാത്രയിലാണ് ഞാനിപ്പോൾ. പുതിയ നഗരത്തിൽ എന്നെ കാത്തിരിക്കുന്നത് എന്തായാലും അതിനെ നേരിടാൻ ഞാനിപ്പോൾ ഒരുക്കമാണ്. വായിച്ചു തീർത്ത പുസ്തകങ്ങൾ പോലെയോ കണ്ടു തീർത്ത സിനിമകൾ പോലെയോ മനോഹരമാവില്ല ജീവിതം എന്നെനിക്ക് നന്നായി അറിയാം. പക്ഷേ അതുതന്നെയാണ് ജീവിതത്തെ ഇത്ര മനോഹരമാക്കുന്നത്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. മുന്നോട്ട് ജീവിക്കാൻ വലിയ സ്വപ്നങ്ങളെക്കാളും പ്ലാനുകളെക്കാളും ഒക്കെ നമുക്ക് വേണ്ടത് എന്തു വന്നാലും എനിക്ക് ഞാനുണ്ട് എന്ന വിശ്വാസമാണ്. വീണു പോകുമെന്ന് തോന്നുമ്പോൾ 2 കൈകൊണ്ടും സ്വയം ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന ഉറപ്പാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, സമയം പങ്കിടുന്നത് എൻ്റെ കൂടെയാവുമ്പോൾ എന്നെ അത്രമേൽ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? സ്വയം നൽകുന്ന സ്നേഹം കൊണ്ട് ഞാനാദ്യം പൂർണ്ണമാകേണ്ടതുണ്ട്. ആ പൂർണ്ണതയിൽ മാത്രമേ ചുറ്റുമുള്ള എല്ലാത്തിനെയും അത്ര സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ലോകത്ത് മറ്റാരേക്കാളും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഒരുപാട് സ്നേഹത്തോടെ, അതിഥി. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.